അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് നിസാർ എന്നാണ്. ഞാൻ കഴിഞ്ഞ സെക്ഷനിലും ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഗൂഗിളിൽ കണ്ട ഒരു ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ കിതാബിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു പെട്ടതെന്ന് പറയപ്പെട്ട ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. ഉസ്താദ് അതിനുള്ള മറുപടി എനിക്ക് തന്നു. ജസാഖുല്ലാഹ് ഖൈർ. പിന്നെ ഞാനിപ്പോൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി ഉണർത്തുന്നു. അറബി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം വെക്കാനോ അങ്ങനെയുള്ള അറിവൊന്നുമുള്ള ആളല്ല. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു സുഹൃത്ത് ഔലിയാക്കളെ കുറിച്ചിട്ട് അവരുടെ പദവികൾ അല്ലെങ്കിൽ അവരുടെ ഗ്രേഡുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പദങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഇബ്നു തൈമിയ റഹിമഹുള്ള തന്നെ അതിനെയൊക്കെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 2 പോസ്റ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു. സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇവിടെ ഞാനത് പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുൻപുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് വിശദീകരിച്ചു തരാൻ കഴിഞ്ഞാൽ സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സഹോദരൻ നിസാർ ചോദിച്ച ചോദ്യമാണ് നാം കേട്ടത്. അഥവാ നമ്മുടെ നാട്ടിലൊക്കെ സമസ്തക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ്. ഔലിയാക്കളിൽ അഖ്താബ്, ഔതാദ്, അഹ്വാസ് പോലെയുള്ള കാറ്റഗറികളുണ്ട്. അതൊക്കെ ഇബ്നു തൈമിയയും അംഗീകരിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ മജ്മൂഉൽ ഫതാവയുടെ ഒരു ഭാഗമെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതാണ് ഇവിടെ സഹോദരൻ പോസ്റ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ മജ്മൂഉൽ ഫതാവയിൽ അബദ്ധത്താൽ ചേർക്കപ്പെട്ട ചില വരികളാണ് ഇവിടെ പോസ്റ്റ് ചെയ്യപ്പെട്ടത്. അതായത് ഇബ്നു തൈമിയയുടെ മജ്മൂഉൽ ഫതാവ എന്നത് ശരിക്ക് ഇബ്നു തൈമിയയുടെ വ്യത്യസ്ത കൃതികൾ, ഫത്വകളൊക്കെ സമാഹരിച്ചുകൊണ്ട് ക്രോഡീകരിച്ചതാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിമും മകനും. അതാണ് മജ്മൂഉൽ ഫതാവ. മജ്മൂഉൽ ഫതാവ എന്ന ഒരു ഗ്രന്ഥം ഇബ്നു തൈമിയ ആ ഒരു ടൈറ്റിൽ എഴുതിയിട്ടില്ല. ഇബ്നു തൈമിയയുടെ വ്യത്യസ്ത കൃതികൾ, ഗ്രന്ഥങ്ങൾ, അതൊക്കെ ശരിക്ക് ഇബ്നു തൈമിയയിലേക്ക് ചേർക്കപ്പെട്ടതൊക്കെ ഒരു മജ്മൂഉൽ ഫതാവയിൽ ഉദ്ധരിച്ചു. അതെല്ലാം പണ്ഡിതന്മാർ പരിശോധിക്കുകയും മശായിഖുമാർ തൃപ്തിപ്പെടുകയും ചെയ്തു തന്നെയാണ്. പക്ഷേ അതിൽ ചില വരികൾ അത് ഇബ്നു തൈമിയയുടെ ശരിക്ക് അഖീദക്കും ഇബ്നു തൈമിയയുടെ നിലപാടിനും ഘടകവിരുദ്ധമായ ചില വരികൾ അത് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇബ്നു തൈമിയയുടെ ഒരു വരികളല്ല എന്നും പല മശായിഖുമാരും പരിശോധിച്ചിട്ട് സത്യപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽപ്പെട്ട ചെറിയൊരു കൃതിയാണ് അത്തഫ്ദീലു ബൈന സാലിഹി അൽ ബശരി വൽ മലായിക. അതായത് മനുഷ്യന്മാരിൽ സാലിഹീങ്ങളായ മനുഷ്യന്മാരാണോ മലക്കുകളാണോ കൂടുതൽ പദവിയുള്ളത്, ശ്രേഷ്ഠതയുള്ളത് എന്നൊരു ചർച്ച ഉണ്ട്. ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഇബ്നു തൈമിയയിലേക്ക് ചേർക്കപ്പെട്ട ഒരു റിസാലയാണ് ഈ അത്തഫ്ദീലു ബൈന സാലിഹി അൽ ബശരി വൽ മലായിക. യഥാർത്ഥത്തിൽ ആ ഒരു കൃതി ഇബ്നു തൈമിയയുടെ കൃതിയല്ല, അത് ഇബ്നു തൈമിയയിലേക്ക് ചേർക്കപ്പെട്ടത് മാത്രമാണ്. അതിന് പല തെളിവുകളും നമ്മുടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാ സൂഫികളെ ശക്തമായി എതിർത്തുകൊണ്ട് അഖ്താബ്, അഹ്വാസ് അങ്ങനെയുള്ള പദവികളൊന്നും ഔലിയാക്കൾക്ക് കൊടുക്കാൻ പാടില്ല, അത് ശിർക്കാണെന്നും അത് കിതാബിനും സുന്നത്തിനും എതിരാണെന്നും ഒരു ഖുർആനിലോ സുന്നത്തിലോ സഹാബികളുടെ ആസാറുകളിലോ ഇങ്ങനെയുള്ള പദവികൾ ഔലിയാക്കൾക്ക് നൽകിയിട്ടില്ല, അത് കിതാബിനും സുന്നത്തിനും അപരിചിതമായ പദപ്രയോഗങ്ങളാണ്, അത് ഖുർആനും സുന്നത്തിനും എതിരാണ് എന്നൊക്കെ ഇബ്നു തൈമിയ ശക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഈ ഒരു കൃതി ഇബ്നു തൈമിയയിലേക്ക് ചേർക്കപ്പെട്ടതല്ല, അത് അബദ്ധത്താൽ മജ്മൂഉൽ ഫതാവ ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ അത് ചേർന്നതാണ് എന്നൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പല ഫത്വകളിലും പല റിസാലകളിലും ഈ സൂഫികൾ പ്രചരിപ്പിക്കുന്ന ഈ പദപ്രയോഗങ്ങളും ഈ പദവികളും, ഔലിയാക്കളാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, അവരിൽ കുതുബുകളുണ്ട്, ഔഫികളുണ്ട് എന്നീ പദപ്രയോഗങ്ങളൊക്കെ ശരിക്ക് പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നാം ഉദാഹരണമായിട്ട് വായിക്കുന്നത് ജാമിഉൽ മസാഇൽ എന്ന കിതാബാണ്. അതിൻ്റെ 1-ാം വാള്യം നോക്കുക.
അതേപോലെ 9-ാം വാള്യം നോക്കുക. സഹോദരന്മാരെ, നിങ്ങളിവിടെ കാണുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ജാമിഉൽ മസാഇൽ എന്ന സമാഹാരമാണ്. അതിലെ 1-ാം വാള്യം 77-ാമത്തെ പേജാണ് നിങ്ങൾ കാണുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? വലഫ്ദുൽ ഗൗസി വൽ ഖുതുബി ഫീ ഹഖ്ഖിൽ ബശരി ലം യൻതിഖ് ബിഹി കിതാബുൻ വലാ സുന്ന. അതായത് മനുഷ്യന്മാരെ സംബന്ധിച്ച് ഗൗസ്, ഖുതുബ് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊന്നും കിതാബിലോ സുന്നത്തിലോ വന്നിട്ടില്ല. വലാ തകല്ലമ ബിഹി അഹദുൻ മിനസ് സ്വഹാബത്തി വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഫീ ഹദൽ മഅന. സ്വഹാബികളോ താബിഈങ്ങളോ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു അർത്ഥത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ബൽ ഗിയാസുൽ മുസ്തഗീസീന അലൽ ഇത്ലാഖ് ഹുവ അല്ലാഹു തആല കമാ ഖാല തആല ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. എന്നാൽ സഹായം ചോദിക്കുന്നവരുടെ സഹായങ്ങളൊക്കെ നിർവഹിക്കുകയും നിറവേറ്റിക്കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഗിയാസുൽ മുസ്തഗീസീൻ അള്ളാഹു മാത്രമാണ്. അതായത് നിരുപാധികം ഗിയാസാകട്ടെ ഗൗസാകട്ടെ എന്ന ഈ അർത്ഥം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്താണ് തെളിവ്. വലം യജ്അലില്ലാഹു അഹദൻ മിനൽ ഖൽഖി ഗൗസൻ യുഗീസുൽ ഖൽഖ ഫീ കുല്ലി മാ യസ്തഗീസുനഹു ഫീഹി ലാ മലക്കുൻ വലാ നബിയ്യുൻ വലാ ഗൈറുഹുമാ. എന്താ പറഞ്ഞത്? അതായത് സൃഷ്ടികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയും ഇങ്ങനെ എല്ലാ സഹായങ്ങളൊക്കെ ചോദിക്കുന്നവരുടെ സഹായങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ സൃഷ്ടികളിൽ ആരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വലിയനെയും അള്ളാഹു ആ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല. കാരണം അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് മലക്കാകട്ടെ നബിയാകട്ടെ ആരെയും അങ്ങനെ എല്ലാ സൃഷ്ടികളുടെയും ആവശ്യങ്ങളും സഹായങ്ങളൊക്കെ ശരിക്ക് ചെയ്തു കൊടുക്കാൻ ഒരു സൃഷ്ടിയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുകയോ ഒരു സൃഷ്ടിക്കും അങ്ങനെയുള്ള അധികാരം കൊടുക്കുകയും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് ഇബ്നു തൈമിയ്യ അഖ്താബും മഹുവാത്തും പോലെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിച്ചെന്ന് പറയുക? അപ്പോൾ അത് ശരിക്ക് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് ബോധ്യപ്പെടുന്നത്. അതേപോലെ സഹോദരന്മാരെ, ഇത് ജാമിഉൽ മസാഇലിൻ്റെ 9-ാം വാള്യമാണ്. 9-ാം വാള്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വഫിൽ ജുംലതി, മൊത്തത്തിൽ, ഫലൈസ ഹാദൽ ഇസ്മു മിനദ്ദീനി അല്ലദീ യജിബുൽ ഇഅ്തിനാഉ ബിഹി വലാ അസ്റ ലഹു മുഅ്തമദൻ ഫീ കിതാബില്ലാഹി വലാ സുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പദപ്രയോഗം അത് അബ്ദാല്, അതേപോലെ അഖ്താബ്, അഗ്വാസ് ഇങ്ങനെയുള്ള നാമങ്ങൾ ഒന്നും ശരിക്ക് ദീനിൽപ്പെട്ടതല്ല. കിതാബിലോ സുന്നത്തിലോ അതിനുള്ള അസ്ലുമില്ല. അവലംബനീയമായ ഒരു അസ്ലും ഈ അബ്ദാല്, അഖ്താബ്, ഔതാദ് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾക്കില്ല. വലാ യംബഗി തഅല്ലുഖുൽ ഖൽബി ബിഹി, അതുമായി നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കാൻ പാടില്ല. വബി അംസാലിഹിമിൽ ഉമൂരിൽ മജ്ഹൂല, ഇങ്ങനെയുള്ള അവ്യക്തമായ അറിയപ്പെടാത്ത മജ്ഹൂലത്തായ കാര്യങ്ങളുമായി നമ്മുടെ ഹൃദയത്തെ ബന്ധപ്പെടുത്താൻ പാടില്ല. എന്താണ് സൂഫികളൊക്കെ ചെയ്യുന്നത്? ഖുതുബുൽ അഖ്താബ് നമ്മളെ സംരക്ഷിക്കും, മടവൂർ ശൈഖ് നമ്മളെ സംരക്ഷിക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിത്തരും. ഇങ്ങനെയുള്ള ഷിർക്കിയായ അഖീദ ഇവർ കൊണ്ടു നടക്കുന്നുണ്ട്. അല്ലത്തി ലൈസ ലഹാ അസ്ലുൻ സാബിത്തുൻ ഫിൽ ഇൽമി സാബിത്തിൽ മർവി അൻ നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സ്ഥിരപ്പെട്ട ഒരു അസ്ലും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കില്ല എന്ന് ഇബ്നു തൈമിയ്യ ജാമിഉൽ മസാഇൽ 9-ാം വാള്യം 44-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി. മാത്രമല്ല, എല്ലാ സഹായം ചോദിക്കുന്ന സൃഷ്ടികൾക്കും സഹായം എത്തിച്ചു കൊടുക്കാൻ സൃഷ്ടികൾക്ക് സാധിക്കുമെന്ന വിശ്വാസം ഷിർക്കൻ വിശ്വാസമാണെന്ന് ഇബ്നു തൈമിയ്യ. മജ്മൂഉൽ ഫതാവ 6-ാം വാള്യം 239-ാമത്തെ പേജ്. എന്താണ് പറഞ്ഞത്? ഫഅമ്മാ ലഫ്ദുൽ ഗിയാസി അൽ ഗൗസി വൽ ഗിയാസ് ഫലാ യസ്തഹിഖുഹു ഇല്ലല്ലാഹ് ഫഹുവ ഗിയാസുൽ മുസ്തഗീസീൻ. ഗൗസ്, ഗിയാസ് എന്നത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സഹായം ചോദിക്കുന്ന സൃഷ്ടികളുടെ സഹായങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുനോട് മാത്രമാണ് ഇസ്തിഗാഥ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇബ്നു തൈമിയ്യ. അത് മലക്കാകട്ടെ, ഏറ്റവും അടുത്ത മലക്കാകട്ടെ, നിയോഗിക്കപ്പെട്ട പ്രവാചകനാകട്ടെ, അംബിയ ഔലിയാക്കളോട്, മലക്കുകളോട് ഇസ്തിഗാഥ ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ഈ പറഞ്ഞ അഖ്താബ്, ഔതാദ്, അഗ്വാസ് ഇങ്ങനെയുള്ള ഔലിയാക്കളാണ് എല്ലാ സഹായങ്ങളും എത്തിക്കുന്നത്. അങ്ങനെ അവർക്കൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചാലോ? ഫഹുവ കാദിബുൻ ദാലുൻ മുശ്രിക്കുൻ.
എന്താണ്? അവൻ കളവ് പറയുന്നവനാണ്, വഴിപിഴച്ചവനാണ്, അവൻ മുശ്രിക്കാണ് എന്ന് ഇബ്നു തൈമിയ. അപ്പോൾ തീർച്ചയായിട്ടും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇവിടെ സൂഫികൾ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള പദപ്രയോഗങ്ങൾ ഒരിക്കലും സ്ഥിരപ്പെടുത്തുന്നില്ല. അതിനൊരു അസ്ലുമില്ല. അതൊരിക്കലും നമ്മൾ അവലംബിക്കാൻ പാടില്ല. മാത്രമല്ല അത് തൗഹീദിന് വിരുദ്ധമാണ്, അത് ശിർക്കിയായ വിശ്വാസങ്ങളിൽ പെട്ടതാണ് എന്ന് ഇബ്നു തൈമിയ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഉദ്ധരിക്കാറുണ്ട്. അൽഹംദുലില്ലാ. ഈ ഒരു വിഷയം ക്ലിയർ ആകുവാൻ വേണ്ടി ധാരാളം മതിയാവുന്നത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഇബാറത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.